പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീട്ടിൽ നട്ടു വളർത്തിയ ബൊഗെയിൻവില്ല ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബൊഗെയിൻവില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ്. കുറച്ച് ബൊഗെയിൻവില്ലകൾ നമ്മുടെ പൂത്തിട്ടുണ്ട്. ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കടലാസ് ചെടി. അപ്പം ദാണ്ടേ വയലറ്റ് കളറുണ്ട്, വയലറ്റ് കളർ പൂത്തിട്ടുണ്ട്, മഞ്ഞ കളറ്, ദാണ്ടേ റെഡിഷ് കളറ്, വൈറ്റ് കളറ്, ഇതെല്ലാം നമ്മുടെ വെട്ടി പൂത്തിലഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനിടുന്ന വളങ്ങളും എങ്ങനെയൊക്കെയാണ് മുളപ്പിച്ചെടുക്കുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2-3 വളങ്ങളുണ്ട്. ഈ വളങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മുടെ നല്ല കൊല കുത്തി പൂക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും വന്നോളൂ. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ചെടി പൂക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനായി ഞാൻ ഈ പറഞ്ഞു തരുന്ന ടിപ്സുകളൊക്കെ ഓരോന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഈ ചെടിയെല്ലാം നിറയെ പൂക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഈ ചെടി അങ്ങോട്ട് നട്ട് കഴിഞ്ഞ് ഇലയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേന് ഈ ചെടിക്ക് നല്ല നീളം വെക്കാൻ അനുവദിക്കരുത്. പക്ഷേ എൻ്റെ ഈ ചെടിക്ക് കണ്ടോ നല്ല നീളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഈ നീളം വെക്കുന്ന ഈ കമ്പുകൾ വെട്ടണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. പിന്നീട് നമ്മൾ വളം ഉപയോഗിക്കും. വളം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആദ്യം കൊടുക്കണം ചാണകപ്പൊടിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഫസ്റ്റിലെ ഇതിന് ഇട്ട് കൊടുത്തത് ചെടിച്ചട്ടിയുടെ 4 വശത്തും മണ്ണ് മാന്തി കളഞ്ഞിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നമ്മളെന്താ അടുത്ത വളം ഉപയോഗിക്കണം. അടുത്ത വളം എന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ വളങ്ങളെല്ലാം ഇടുമ്പോൾ ഒരു 3 ആഴ്ചയിലെ ഡിഫറൻസ് കൊടുക്കേണ്ടതാണ്. അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് കൊടുക്കരുത്. ഒരു 3 ആഴ്ചയെങ്കിലും ഡിഫറൻസ് ഇട്ട് വേണം ഈ വളങ്ങളെല്ലാം ഉപയോഗിക്കാൻ. നിറയെ പൂക്കുന്നതാണ്. ചെടികളുടെ കമ്പ് അധികം നീളം വയ്ക്കാതെ വെട്ടി കൊടുക്കേണ്ടതാണ്. വെട്ടി കൊടുത്താൽ മാത്രമേ നല്ല പൊട്ടിക്കിളിച്ച് അതിനകത്ത് നിന്ന് പൂവുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പോച്ച കണ്ടോ, ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ പോച്ചകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ ചെടിയുടെ കമ്പ് വെട്ടും തോറും അതിൻ്റെ ചെടിയുടെ മൂടിന് കനം കൂടി വരികയും നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പൂക്കാറാകുന്ന സമയത്ത് നമ്മളിതിന് വളമായിട്ട് ഉപയോഗിക്കേണ്ടത് എല്ലുപൊടി നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. എല്ലുപൊടി ഉപയോഗിച്ചാൽ നല്ലതുപോലെ പൂവിട്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ DAP എന്നും പറഞ്ഞൊരു വളമുണ്ട്. അത് ഒരു 5 ഗ്രാം വീതം ഇതിനിട്ട് കൊടുക്കാവുന്നതാണ്. അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു 5 ഗ്രാം വീതം മതി ഓരോ ചെടിക്കും ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ നഴ്സറിയിൽ മേടിക്കാൻ കിട്ടുന്നതാണ് DAP ഒക്കെ. അപ്പോൾ അവിടെ പോയി മേടിച്ച് ഒരു 5 ഗ്രാം വീതം എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുക കൂട്ടുകാരെ. നമ്മുടെ ചെടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് പൂത്തൊലഞ്ഞ് കിടക്കുന്നതാണ്. പിന്നെ നമ്മുടെ കൈവളങ്ങളായ ഇടയ്ക്കൊക്കെ നമുക്ക് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കഞ്ഞിവെള്ളം ഒരുപാട് വെള്ളത്തിൽ കലക്കിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചെടിയൊക്കെ കമ്പ് വെട്ടി വെച്ച് നിൽക്കുന്നതാണ്. പൂത്തിട്ടില്ല, ഇത് പൂക്കാറായിട്ടേ ഉള്ളൂ. ഈ കമ്പ് അതിൻ്റെയൊക്കെ കമ്പ് വെട്ടി ഇങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ ഇത് തറയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ വെട്ടി വെച്ച് എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൊഗെയിൻവില്ല നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പൂത്തിലഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ പുതിയൊരു ചെടിയുടെ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.